ഗുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് കനത്ത തിരിച്ചടി എന്ന വാർത്ത വരുന്നു. ഗുസ്തിയുടെ ഔദ്യോഗിക സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും താരത്തെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്ത. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിലാണ് നടപടി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളും. അനിൽ, പൂനിയയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇതേ രീതിയിൽ ഉത്തേജക പരിശോധനയ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരത്തിന് വിലക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ പരിശോധന അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ടാണ് താരം അത് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചത്? പ്രജൻ, ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവായ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവായ പൂനിയയ്ക്ക് ഈ തിരിച്ചടി എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കുന്നത്. നേരത്തെ ഈ ഒളിമ്പിക്സിനുള്ള യോഗ്യതാ മത്സരശേഷം അദ്ദേഹം ഈ സാമ്പിൾ കൊടുക്കാൻ വിസമ്മതിച്ചതിനാണ് അദ്ദേഹത്തിനെ നാഡ വിലക്ക് ചെയ്തത്. അത് പ്രൊഫഷണൽ സസ്പെൻഷൻ മാത്രമായിരുന്നു, അതായത് ഒരു താൽക്കാലിക സസ്പെൻഷൻ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഈ ഗുസ്തികയുടെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള വേൾഡ് യുണൈറ്റഡ് റെസ്ലിംഗ് തന്നെ ഇപ്പോൾ താരത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വർഷം അവസാനം വരെയാണ് ഈ സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് താരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പാരീസ് ഒളിമ്പിക്സിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹം അവസാന വട്ടം ഒരുക്കങ്ങളിലാണ് യോഗ്യതയ്ക്കായിട്ട്. അത് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് അദ്ദേഹം തിരിച്ചൊരു ആരോപണമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ യോഗ്യതാ മത്സരത്തിന് ഈ ഡോപ്പ് ടെസ്റ്റിനായി തനിക്ക് നൽകിയ കിറ്റ് അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് താൻ ഈ സാമ്പിൾ നൽകാതിരുന്നത്. ഇത് പല നേരത്തെ ഉണ്ടായ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കിറ്റ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അതായത് നമുക്കറിയാവുന്നതുപോലെ ഗുസ്തി താരങ്ങളുടെ സമരത്തിലെ മുൻനിരക്കാരനായിരുന്നു ഈ ബജ്റംഗ് പൂനിയ. അദ്ദേഹത്തെ കായിക മന്ത്രാലയം അടക്കം വേട്ടയാടുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ വേൾഡ് യുണൈറ്റഡ് റെസ്ലിംഗ് സംഘടന ഇത് കേൾക്കുന്നില്ല. അദ്ദേഹത്തെ ഈ വർഷം അവസാനം വരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിന് ഏതെങ്കിലും തരത്തിൽ അപ്പീൽ നൽകാനാവുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അപ്പീൽ നൽകി അദ്ദേഹത്തിൻ്റെ കുറ്റം വിമുക്തനാവാൻ സാധിക്കുമോ എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഈ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുന്നില്ല പരിശോധനയ്ക്കായി എന്നൊരു ചോദ്യമാണ്. അതിൽ എന്തെങ്കിലും വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതുവരെ കായിക മന്ത്രാലയത്തിൽ നിന്നോ നാഡയിൽ നിന്നോ അക്കാര്യത്തിൽ ഒരു തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. ഈ ആരോപണം ഉണ്ടായ ശേഷം അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചതിന് തൊട്ടുപിറകെയാണ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചത്. തനിക്ക് ആ കിറ്റടക്കം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കിറ്റടക്കം കാണിച്ചായിരുന്നു അദ്ദേഹം ആ വീഡിയോ ചെയ്തത്. അതായത് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രത്യേകിച്ച് ലൈംഗിക പീഡന പരാതിയിൽപ്പെട്ട ബ്രിജ്ഭൂഷണെതിരെ സമരം ചെയ്തതിന് തന്നെ വേട്ടയാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് രാജ്യത്ത് വലിയ സമരങ്ങളൊക്കെ തന്നെ നടന്നതാണ്. തൻ്റെ പത്മശ്രീ പുരസ്കാരമടക്കം അദ്ദേഹം തിരികെ നൽകിയതാണ്. അതിനൊക്കെ തന്നെ വേട്ടയാടുന്നു എന്നാണ് പറഞ്ഞത്. ഇതിന് തൃപ്തികരമായ ഒരു മറുപടി തൻ്റെ അഭിഭാഷകൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇതിന് ഈ നോട്ടീസിന് മറുപടി നൽകിയില്ല എന്ന കാര്യത്തിന്. അപ്പോൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ വരുന്നത്. ഒരുപക്ഷെ നാഡയുടെ ഈ സസ്പെൻഷനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ കൂടുതൽ ഗൗരവമുള്ളതാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ. പ്രത്യേകിച്ച് ഈ ഗുസ്തിക്കാരുടെ ഔദ്യോഗിക സംഘടന തന്നെ നൽകുന്നു. ഇനി ഇദ്ദേഹത്തിന് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയൊക്കെ ഒരുപക്ഷെ സമീപിക്കേണ്ടി വരും, ഒരു അപ്പീൽ നൽകേണ്ടി വരും. പ്രജൻ, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകി.